ചണ്ഡീസ്ഗഡിൽ നിന്ന് ഷിംലയ്ക്കുള്ള വഴിയാണ് നമ്മുടെ പുറകിൽ. വെൽക്കം ടു ഹിമാചൽ പ്രദേശ്. ഇതാണ് ഇവിടെ നിന്നാണ് നമ്മൾ ഷിംലയ്ക്ക് എൻട്രി ചെയ്യണേ. ഹിമാചൽ പ്രദേശിലേക്ക് കടക്കുവാണ്. ഷിംലയ്ക്ക് 89 കിലോമീറ്ററാണ്. ഹൈ റേഞ്ചൊക്കെ പോരാ തന്നെ ഇവിടുന്ന് ഫുള്ള് മലകൾ തുടങ്ങുകയാണ്. അതെ, ഇവിടുന്ന് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ താങ്ക്സ് ഫോർ വിസിറ്റിംഗ് ഹിമാചൽ പ്രദേശ്. അംബാല 62 കിലോമീറ്റർ, ഡൽഹി 274 കിലോമീറ്ററാണ് നമുക്ക് ഇവിടുന്ന്. ഇവിടെ റോഡ് സൈഡിൽ ഇവിടുത്തെ തനതായ കുറേ കലാരൂപങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഹിമാചലിലെ ആദ്യത്തെ ടോൾ ബൂത്ത് എത്തി. ഇവിടെ ഫ്രൂട്ട്സ് ആയിട്ട് ഒരാളുണ്ട്. 40 രൂപയാണ് ഒരു വണ്ടിക്ക്. കുറേ നേരം മുമ്പോട്ട് വന്നപ്പോൾ റെസ്റ്റോറൻറ്റ് കണ്ടതുകൊണ്ട് നിർത്തി ഒരു ചായ കുടിക്കാൻ നിർത്തി. വ്യൂ ഒക്കെ അടിപൊളി വ്യൂ കേട്ടോ. വ്യൂ ഒന്നും പറയാനില്ല. ഇവിടെ അതിലും രസം കുറേ കല്ല് കുട്ടിക്കിടക്കണേ. കാടിനുള്ള കല്ലല്ല കേട്ടോ, കുഞ്ഞുനാണ് കുട്ടിക്കിടക്കുന്നത്. എവിടെ ചെന്നാലും തന്നെ മിക്സ് പൊറോട്ടയും ചന്നാ മസാല ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഈ റോഡിൻ്റെ ഇടത് സൈഡിൽ കാണുന്നത് എല്ലാം സിമെൻറ്റ് വെച്ച് തേച്ച് വെച്ചിരുന്ന കേട്ടോ. നമ്മളങ്ങനെ സോളൻ എന്ന് പറയുന്ന നഗരത്തിലേക്ക് കടന്നു. ഒത്തിരി വീടുകൾ നമുക്കിവിടെ കാണാം. പിന്നെ കൂടാതെ ഇവിടെ ഇഷ്ടംപോലെ ആപ്പിൾ മാർക്കറ്റുകളുണ്ട്. കേരളത്തിൽ ഉൾപ്പെടെ ആപ്പിൾ ഇവിടുന്ന് കയറി വരുന്നുണ്ട്. ഇതല്ലാത്ത ആപ്പിൾ മാർക്കറ്റ് ഇത് വഴി സൈഡിൽ കണ്ട ഒരു ചന്തയാണ്. അങ്ങനെ നമ്മൾ ഷിംല പട്ടണത്തിലേക്ക് എത്തി. ഷിംല പട്ടണത്തിലേക്കുള്ള പ്രവേശനം തന്നെ ഒരു ഓവർ ബ്രിഡ്ജിന് അടിയിലൂടെയാണ്. പോകുന്ന വഴിയിലൊക്കെ വലിയ ഹോട്ടൽസ് നമുക്ക് കാണാം. ഇവിടെ തെരുവോരങ്ങളൊക്കെ ആണെങ്കിൽ ഒത്തിരി ആളുകളുണ്ട്. എന്നാ പറഞ്ഞാൽ വളരെ ആക്റ്റീവായൊരു പ്ലേസ് നമുക്ക് ഫീൽ ചെയ്യും. ഇതൊരു വലിയ ഹോട്ടലാട്ടോ. ഇവിടുത്തെ റോഡാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമ്മതിച്ചത്. കാരണം വളരെ കൺജസ്റ്റഡ് റോഡാണ്. ഇത് നമ്മുടെ ഹോട്ടലിലേക്ക് ഇറങ്ങി പോകുന്ന വഴിയാണ്. ഞാനിവിടെ ഇറങ്ങി. കാരണം നല്ല ഇറക്കമാണ്. അതുപോലെ തന്നെ റോഡ് സൈഡിൽ ആകാശം മുട്ട നിൽക്കുന്ന പൈൻ മരങ്ങൾ നമുക്ക് 2 സൈഡിലും കാണാം. 3 കിലോമീറ്റർ ഉള്ളിലേക്കാണ് നമ്മുടെ ഹോട്ടലിരിക്കുന്നത്. കാം ആൻഡ് ക്വയറ്റ് ഏരിയ ആണിത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഷിംലയിലാണ്. നല്ല മഴയാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ. നമ്മളിവിടെ താമസിക്കുന്നത് ഇവിടെ എൻ്റെ പുറകിൽ കാണുന്ന ഒരു ചെറിയ വീടാണ്. പക്ഷെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ മനോഹരമായൊരു ചെറിയ ഹോം സ്റ്റേ ആണ്. ഇവിടെ ഇങ്ങനെ ഫുള്ള് പൈൻമരാണ്. ഈ ഹോം സ്റ്റേയുടെ പേര് പൈൻ വ്യൂ എന്നാണ്. നല്ല വ്യൂ ആട്ടോ. അവിടെ നിന്ന് നോക്കിയിറങ്ങി താഴെ കിടക്കും. ചെറുപ്പം നനഞ്ഞു കിടക്കാം. ഇവിടെ നല്ല രസമായിട്ടുള്ള റൂമാണ്. 1500 രൂപയാണ് ഈ റൂമിന് റേഞ്ച്, വിത്തൗട്ട് ബ്രേക്ക്ഫാസ്റ്റ്. താമസിക്കുന്ന ഹോം സ്റ്റേയുടെ പുറത്തെ ബാൽക്കണിയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഷിംല താഴ്വരയുടെ വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മഞ്ഞുകൊണ്ട് മങ്ങിയ കാഴ്ചകളാണെങ്കിൽ പോലും ഈ താഴ്വര വളരെ ഭംഗിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു പൈൻ കാടാണ് താഴെ. ഫുള്ള് പൈൻ മരങ്ങളുടെ ഒരു കാട്. അതുകൂടാതെ ഇവിടെ നമ്മുടെ ഈ നിൽക്കുന്നതൊക്കെ കഞ്ചാവ് ചെടികളാണ്. നമ്മുടെ അടുത്താണെങ്കിൽ എന്താണെന്ന് അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഷിംലയിലെ കാഴ്ചകൾ നമുക്ക് ഒത്തിരി കാണാനുണ്ട്. പക്ഷെ നമുക്ക് സമയം തീരെ കുറവാണ്. എന്തായാലും നമുക്ക് പുറത്തു പോയി കുറച്ച് അടുത്ത സ്ഥലങ്ങൾ പോയി കാണാം. ഷിംല കണ്ടതിൽ ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ പാർക്കിംഗ് ആട്ടോ. ഇവിടെ ഇതിനു വേണ്ടി പാർക്കിങ്ങിന് വേണ്ടി തന്നെ ഒരു 3-4 കെട്ടിടങ്ങൾ പണിത് തന്നെ ഇട്ടേക്കുവാണ്. ഇവിടെ വണ്ടി ഓടിക്കാൻ അത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വന്നില്ല ഈ പണി പാടുന്നുള്ളത് ഉറപ്പ് തന്നെ. കാരണം അത്ര നാരോ റോഡുകളാണ്. ഇത് ഇവിടുത്തെ വ്യൂ ഉണ്ടോ? ഈ ഫ്ലോറുകളെല്ലാം വണ്ടി പാർക്ക് ചെയ്തേക്കുന്നുണ്ടോ? മൊത്തം മഞ്ഞിറങ്ങിയേക്കുവാണ്. ഇവിടെ മൊത്തം വില്ലേജാണ്. അപ്പോൾ 5 മണി വരെയുള്ള ഇവിടെ എല്ലാ പരിപാടിയും. അപ്പോൾ അതുകൊണ്ട് വിട്ടു പോവാം.
നമ്മളിപ്പോൾ പോകുന്നത് ഒരു പഴയ പള്ളിയിലേക്കാണ്. ഈ പള്ളിയിലേക്ക് പോകാൻ 2 വഴിയുണ്ട്. ഒന്ന് ലിഫ്റ്റ് ഉണ്ട്, അതല്ലെങ്കിൽ നടന്നു പോവാം. എന്നാൽ ഞാൻ ലിഫ്റ്റിൽ പോകാൻ തന്നെ തീരുമാനിച്ചു. വേറൊന്നുമല്ല, നടന്നു പോയാൽ ചിലപ്പോൾ അവിടെ ചെല്ലില്ല. നമ്മൾ ലിഫ്റ്റിൽ നിന്ന് കയറി വന്നു. അത് നമ്മുടെ താഴേന്ന് ഹൈറ്റ് നോക്കി, ഇത്ര ഹൈറ്റ് ഇവിടെ തന്നെ സ്ട്രൈറ്റ് ഉണ്ട്. പിന്നെ അപ്പുറത്തേക്കുള്ള വഴിയുടെ കാര്യം നമുക്ക് പറയേണ്ട കാര്യമില്ല. ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ വന്ന് നിൽക്കുന്നത് വളരെ മനോഹരമായ അതിഗംഭീരമായ ഒരു തെരുവിലാണ്. ഇവിടെ കുറേ തേങ്ങയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടോ. താഴേന്ന് ആൾക്കാർ നടന്നു കയറുന്നുണ്ട്. നമുക്ക് പോകേണ്ടത് മേളിലേക്കാണ്. ഇവിടെ കുട്ടികളെ കൊണ്ടാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, വാടകയ്ക്ക് കൊടുക്കണമെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് തെരുവിൻ്റെ വിശേഷങ്ങൾ തിരിച്ചു വരുമ്പോൾ കാണാം. അപ്പം നമുക്ക് നേരെ പള്ളിയിലേക്ക് പോകാം. ഇതാണ് ആ ചർച്ച്. ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളും മേളിൽ ചെന്നിട്ട് നമുക്ക് നോക്കാം. അയ്യോ, വളരെ മനോഹരമായ ഏതോ ഒരു യൂറോപ്പിൻ്റെ ആയിട്ട് പോയി നിൽക്കുന്ന പ്രതീതിയാണ്. അതുപോലെയുള്ള സംവിധാനങ്ങളാണ് ഇവിടെ. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നിർമ്മിച്ച വളരെ മനോഹരമായ കുറേ നിർമ്മിതികൾ നമുക്കിവിടെ കാണാം. ഇതിവിടെ ഒരു ലൈബ്രറിയാണ്. 1844 തുടങ്ങിയിട്ട് 1846 പണി കഴിച്ച ഒരു ക്രൈസ്റ്റ് ചർച്ചിൻ്റെ ഇവിടെ. ഈ ചർച്ചിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പിയാനോയിൽ നിയന്ത്രിക്കുന്ന സപ്തസ്വരങ്ങൾ പുറപ്പെടുവിക്കുന്ന പൈപ്പ് പോലത്തെ വളരെ വലിയ ഒരു 7 സ്തൂപങ്ങൾ അതിന് പള്ളിക്കുള്ളിൽ തന്നെയുണ്ട്. ഞായറാഴ്ചകളിൽ മാത്രമേ ഇവിടെ കുർബാനയുള്ളൂ. ആ കുർബാനയ്ക്ക് ഈ പിയാനോ ഉപയോഗിച്ച് അതിനകത്ത് പാട്ട് പാടും. പള്ളിക്കുള്ളിൽ വളരെ മനോഹരമായ സൗണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഇന്ന് വന്ന ദിവസം അവിടെ കുർബാനയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റിയില്ല. എന്തായാലും ഇത്ര മനോഹരമായ സ്ഥലം ബ്രിട്ടീഷ് കാലത്ത് ഇവിടെ ഇങ്ങനെ ഒരു മലയുടെ മുകളിൽ പണിതു എന്ന് പറയുന്നത് വളരെ രസകരമായ സംഭവമാണ്. നമ്മൾ വന്ന് അനുഭവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതാണ് പള്ളിക്കുള്ളിലെ പിയാനോയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന സ്തൂപങ്ങൾ. ഇവിടെ ക്യാമറ അലൗഡ് അല്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ആ ചർച്ചിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയൊരു വ്യൂ പോയിന്റിലാണ്. വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നമുക്കവിടെ ഇന്ത്യയുടെ ഒരു ഫ്ലാഗ് ഉണ്ട്. അതിന് നമ്മുടെ വാഗാ ബോട്ടിലൊക്കെ ഉള്ളതുപോലെ വലിയൊരു സ്തൂപത്തിന് പോലെ നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് ഉണ്ട്. അതിനോട് തന്നെ ചേർന്ന് നമ്മുടെ ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന ഇന്ദിരാജിയുടെ വളരെ വലിയൊരു പ്രതിമയുണ്ട്. അതിൻ്റെ പുറകിൽ വളരെ മനോഹരമായിട്ട് നമ്മുടെ ഷിംല താഴ്വര എത്ര മനോഹരമായിട്ട് നിങ്ങൾ നോക്കൂ. പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ഈ മരത്തിൽ നിറച്ചും കുരങ്ങ. ഹിമാചൽ കുരങ്ങായിരിക്കും. ഇവിടുത്തെ തെരുവോരങ്ങളുണ്ട്, എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്നറിയാമോ. ഷിംലയിൽ ഈ സമയത്ത്
ഏകദേശം വൈകുന്നേരം 4-5 മണി ഈ സമയത്ത് ഈ ഐസ്ക്രീം നിന്ന് നടക്കുന്ന ഒരു ഹരം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ എല്ലാ ഫ്രൂട്ട്സിൻ്റെ സമയമാണ്. ആപ്പിള്, പ്ലം, പിയർ. അതുകൊണ്ട് ഇതെല്ലാം കാണാൻ പറ്റി, ടേസ്റ്റ് ചെയ്യാനും പറ്റി. നല്ല മധുരമാട്ടോ ഇവിടുത്തെ എല്ലാത്തിനും. ഇതിനൊക്കെ ഇവിടെ 200, 250, 300 അങ്ങനെ ഒരു 400 രൂപയാണ് ഏറ്റവും കൂടുതൽ ഇതിനൊക്കെ കിലോയ്ക്ക് വിലയുള്ളൂ കേട്ടോ. गार्लिक कौन सा गार्लिक है सर? ओ गठिया का प्रॉब्लम्स को बैंक दे ഒരു പർട്ടിക്കുലർ. ഇവിടെ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു കാറ് കൊണ്ടുവന്നിട്ടുണ്ട്. വിൻറ്റേജ് കാറാണ്. എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ തീർന്നു. ഇനി നമുക്ക് അടുത്തത് അഡ്വാൻസ് സ്റ്റഡീസ് കാണാൻ പോകാം. ഇത് നമ്മുടെ ഷിംല നഗരമാണ്. അങ്ങനെ നമ്മൾ അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ വെയിറ്റിംഗ് എത്തി. ഇവിടെ വിശാലമായൊരു പാർക്കിംഗ് ഉണ്ട്. ഇതാണ് നമ്മുടെ എൻട്രൻസ്. ഇപ്പോൾ ഇതിനകത്ത് കയറ്റി വിടുന്നില്ല, കൊറോണ കാരണം ആരും ഇതിനകത്തേക്ക് അലവ് ചെയ്യുന്നില്ല. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് എന്തായാലും ഒരു തീരെ നഷ്ടം തന്നെയാണ്. ഹിമാചലിലെ ഒരു കുരങ്ങാട്ടോ അത്. മാള് ഡേഞ്ചറാണ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ ഹിമാലയൻ ബേർഡ് പാർക്ക്. നമുക്ക് അവിടെ വരെ പോയി നോക്കാം. കുറച്ച് നടന്ന് കയറി വരുമ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ എൻട്രൻസ് കാണാം. എന്തായാലും ഇവിടെ ക്ലോസ് ചെയ്തിട്ട് क्या है? फ्रूट चाट भैया. फ्रूट चाट. हाँ जी, दिस इज पपाया, बनाना एंड ऑल. वो क्या है? वो बन में अंदर डाला है. दिल चना डालेंगे. हाँ, इसका अंदर पूरा चना है. मिक्स करके. हाँ जी, विद सम मिक्सिंग कौन सा मसाला मिक्स करें? we'll use green chili, this garam masala and all, and they'll add नींबू डालेंगे. इसका चटनी का नाम क्या है ना? कुलचा. चना कुलचा. चना कुलचा वाला. दिस इज फ्रूट चाट. फ्रूट चाट. हाँ जी. आप बैठो सर प्लीज. आप थोड़ा अभी दिया. आपको चाहिए? आप क्या खाएंगे, कुलचा की फ्रूट चाट? कुलचा. आलू टिक्की खाएंगे. इन्होंने एक हॉट डॉग बना देना जी. चटनी. सॉस में मिर्च डालें? सॉस में मिर्च नहीं. हरी मिर्च और इमली की चटनी. हाँ, एक जैसे पहले ही बनाया था ना इनको, आंटी ने बनाया. पहले कैसे बनाया था? അങ്ങനെ ഷിംലയിലെ യാത്ര നമ്മൾ മതിയാക്കി. ഇപ്പോൾ റൂം വെക്കേറ്റ് നമ്മൾ ഇവിടുന്ന് പോകണം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോണത് കുളു മണാലിയാണ്. അപ്പോൾ നമുക്കിനി കുളു മണാലിയിലെ വിശേഷങ്ങൾ കാണാം.